ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് എല്ലാം വ്യത്യസ്തമാണ്. ഡയബറ്റിക് പ്ലേറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. ഡിറ്റോക്സ് ടോണിക് റെഡി ആയി കഴിഞ്ഞു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഹാർവസ്റ്റ് കാറ്ററിങ്ങും MVTVയും സംയുക്തമായിട്ട് ചെയ്യുന്ന ഡയറ്റ് പ്ലേറ്റ് എന്ന ഒരു ഡയബറ്റിക് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വീണ്ടും ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു മെയിൻ മീലാണ്. ഇത് ലഞ്ചായിട്ടും ഡിന്നറായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിപ്പറേഷനാണ്. ചിക്കനാണ്. അപ്പോൾ ആ ചിക്കൻ ഗ്രില്ല് ചെയ്ത് നമ്മൾ നോർമൽ ടൈപ്പ് ഓഫ് ഗ്രില്ലിങ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് നമുക്ക് എൻ്റെ എക്യുപ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഓവനൊന്നും ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിപ്പറേഷനാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതും അതിന് എന്തൊക്കെയാണ് നമുക്ക് ഇൻഗ്രീഡിയൻറ്റ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ ചിക്കൻ പ്രിപ്പറേഷനിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ ബ്രസ്റ്റ് ബോൺലെസ് ആണ്. അത് നിങ്ങൾക്ക് സാധാരണ വീട്ടിൽ കട്ട് ചെയ്ത് കിട്ടുന്ന രീതിയിലായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ബോൺലെസ് എടുത്തെന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതിലേക്ക് നമ്മൾ ചിക്കനെ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സോൾട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം. മുളക് പൊടിയാണ്, കുരുമുളക് പൊടിയുണ്ട്, തൈരുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി അരച്ചതുണ്ട്, തേങ്ങാപ്പാലുണ്ട്, റാഹി പൊടിയുണ്ട്. മൈദയ്ക്ക് പകരം ഇതൊരു മാരിനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ബോണ്ടിങ്ങിന് വേണ്ടി നമ്മൾ മൈദ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് ഡയബറ്റിക്കാർക്ക് റാഹി പൊടിയാണ് നല്ലത്. അല്പം വിനിഗർ ഉണ്ട്. പിന്നെ അതിൻ്റെ സൈഡായിട്ട് നമ്മൾ എടുക്കുന്ന കുറച്ച് വെജിറ്റബിളാണ്. അപ്പോൾ ആ വെജിറ്റബിളിന് വേണ്ടി ഞാനിന്നിവിടെ എടുക്കുന്ന പാലക്കാണ്. പാലക്കുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഒരു സവോളയുണ്ട്, തക്കാളിയുണ്ട്. ഇതൊരു മുളകാണ്, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കിട്ടുന്നതാണ്. ജൽപ്പനം എന്നാണ് ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം. നോർമലി ഇത് നമ്മുടെ നാട്ടിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. എരിവുള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇതെടുത്തിരിക്കുന്ന എരിവില്ലാത്തതാണ്. പിന്നെ ഒരു പീസ് ക്യാബേജാണ്. അത് വയലറ്റ് കളറുള്ള ക്യാബേജാണ്. വെള്ളയായാലും കുഴപ്പമില്ല. എനിക്കിപ്പം ഇന്ന് കിട്ടിയത് വയലറ്റ് കളറുള്ളതായിരുന്നു ഞാൻ ഉപയോഗിക്കുന്നു. തൈര്. ഇത്രയും സാധനമാണ് നമ്മളിതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ മാരിനേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ചിക്കൻ നല്ല രീതിയിൽ കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുക്കുക. കഴിയുന്നത് നമ്മൾ ചിക്കനിലെ വെള്ളം പോയി എന്ന് ഉറപ്പ് വരുത്താം. നമ്മൾ കഴുകി വാരുമ്പോൾ ചിക്കനിൽ വെള്ളം ഉണ്ടാകും. ആ വാട്ടർ കണ്ടൻറ്റ് പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് മാറ്റണം. മാറ്റിയതിന് ശേഷം ഇതിനൊരു പ്രീ മാറിനേഷനുണ്ട്. പ്രീ മാറിനേഷൻ എന്ന് പറയുന്നത് നമ്മളിത് പ്രീ മാറിനേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വീട്ടിൽ നിങ്ങൾ കലക്കിയ ഉപ്പാണ്, കല്ലുപ്പൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് കൊടുക്കുക. അതിന് ശേഷം കൊടുക്കേണ്ടത് നമ്മളിതിനകത്ത് കുറച്ച് നാരങ്ങ നീര് അല്ലെങ്കിൽ വിനിഗർ. ഞാനിപ്പോൾ ഇവിടെ വിനിഗറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നാരങ്ങ നീരുണ്ടെങ്കിൽ അത്. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാൻ പറ്റുന്ന സാധനമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിലൊന്ന് അടിച്ച്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ നീരായിട്ട് എടുത്താലും മതി. ഇപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് മിക്സിയിൽ അരച്ചിങ്ങനെ എടുത്തിരിക്കുന്നതിനകത്തുനിന്ന് ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുത്താൽ മതി കുറച്ച്. ഇത് പ്രീ മാറിനേഷനാണ്. അപ്പോൾ ചിക്കനെ നമ്മൾ ഈ പ്രീ മാറിനേഷൻ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ പ്രീ മാറിനേഷൻ എന്നുള്ള ഉദ്ദേശിക്കുന്ന പ്രോസസ്സിനകത്ത് നമ്മൾ മെയിൻ ചെയ്യുന്നത്, നമ്മൾ അറിയാലോ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ഇറച്ചിയെല്ലാം നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഫൈബർ ടെൻഡൻസിയാണ്. ഈ ഫൈബർ ടെൻഡൻസി എങ്ങനെയാണ് നമ്മളതിനെ സോഫ്റ്റ് ആക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട കാരണം ഒന്ന്, ഈ നമ്മളെടുക്കുന്ന ബേർഡ് അല്ലെങ്കിൽ ആ പോൾട്രി കോഴി ഏജായ കോഴിയായിരിക്കും അല്ലെങ്കിൽ ഓവർ സൈസ് ആയിരിക്കും. ഇത് രണ്ടും നമ്മുടെ സോഫ്റ്റ്നെസ്സിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ അതിനെ നമുക്ക് കോഴിയെ ചെറുതാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാരിനേഷൻ എന്ന് പറയുന്നത് ഈ ചിക്കനിൽ കൂടി നമുക്കൊരു പരിധി വരെ ആ ഫൈബർ ടെൻഡൻസി എടുത്ത് കളയാനായിട്ടുള്ള ഒരു ടിപ്സാണ്. അപ്പോൾ ആ ടിപ്സിൻ്റെ പ്രോസസ്സ് നമ്മൾ പറയുന്നത് ആദ്യത്തെ പ്രീ മാറിനേഷനാണ്. പ്രീ മാറിനേഷൻ നമ്മൾ സോഡിയം ക്ലോറൈഡും സിട്രിക് ആസിഡുമാണ് നമ്മൾ ചേർക്കുന്നത്. നാരങ്ങാനീരും വിനിഗറും ഉപ്പും ചേരുമ്പോഴത്തേക്ക് രണ്ടും സോഡിയം ക്ലോറൈഡും സിട്രിക് ആസിഡുമാണ്. ഇത് രണ്ടും മീറ്റിൻ്റെ ഫൈബർ ടെൻഡൻസി സോഫ്റ്റാക്കി തരുന്ന സാധനമാണ്. അതായത് നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ നൂല് പോലെ വലിഞ്ഞു വരുന്ന ആ ഒരു ടെൻഡൻസി ഇത് വരും. ഇനി അതുമല്ല, അതിലും കുറച്ചുകൂടി മൂത്ത കോഴിയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴി കട്ട് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിക്കുക. ഒരു മണിക്കൂർ വല്ലതും വെക്കാൻ പറ്റുമെങ്കിൽ, നല്ലപോലെ തണുപ്പില്ലെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് നല്ല തണുത്ത വെള്ളത്തിനകത്ത് ഐസ് വാട്ടറിനകത്ത് ഒരു 15 തൊട്ട് 20 മിനിറ്റ് മിനിമം, ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ വെച്ചാൽ അത്രയും നല്ല. അങ്ങനെ നമ്മൾ വെള്ളത്തിനകത്തൊന്ന് സോക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഈ ഫൈബർ ടെൻഡൻസിക്ക് അതിൻ്റെ ഓരോ നാരിഴകളും നമുക്ക് സോഫ്റ്റായി കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം പൂർണ്ണമായിട്ടും നമ്മൾ ഊറ്റിക്കളഞ്ഞ് വെള്ളത്തിൻ്റെ ജലാംശം പറ്റിച്ചതിന് ശേഷം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ പറയുന്ന പ്രീ മാറിനേഷൻ ചെയ്യുവാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച പേസ്റ്റ്, നല്ല പേസ്റ്റ് ആണെങ്കിൽ പേസ്റ്റ്, ഇല്ലെങ്കിൽ അതൊന്ന് സ്ക്യൂസ് ചെയ്ത് അതിൻ്റെ ഒരു വാട്ടർ ഒഴിച്ചാൽ മതി. ആ ജ്യൂസ് ചേർത്ത് നമ്മളിത് ഉപ്പും ചേർത്തുന്നത് മാറിനേറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ഒരു മണിക്കൂർ നമുക്ക് സമയമുണ്ടെങ്കിൽ, നമ്മുടെ സമയത്തിൻ്റെ അനുസരിച്ച് കേട്ടോ, അല്ല എത്ര സമയം വെക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, സമയം അനുസരിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്നുകൂടി ഒന്ന് തണുപ്പിക്കാമെങ്കിൽ നമ്മൾ വെന്ത് കഴിഞ്ഞ് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു നൂല്
അല്ലെങ്കിൽ ഒരു ഫൈബർ, ഒരു ചകിരിയുടെ ആ ഒരു ടെക്സ്ചർ നമുക്ക് മാറ്റി ഇത് കുറച്ച് നമുക്ക് സോഫ്റ്റ് ആക്കി കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് പ്രീ മാറിനേഷൻ. അപ്പോൾ നമ്മളിത് പ്രീ മാറിനേഷൻ ചെയ്തു. പ്രീ മാറിനേഷൻ ചെയ്ത് കഴിഞ്ഞത് നമ്മളൊരു 15-20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഞങ്ങളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് കാണിച്ചതാണ്. പിന്നെ ഇതിലേക്ക് നമ്മളിതിൻ്റെ മാരിനേഷൻ കൊടുക്കുകയാണ്. മാരിനേഷന് വേണ്ടി നമ്മളിടുന്ന മസാല, ഇഷ്ടമുള്ള മസാല നിങ്ങൾക്കിടാം. ഞാനിവിടെ ഇടുന്ന മസാല നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നതിൽ നിന്ന് സംതിങ് സ്പെഷ്യലാണ്, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാരിനേഷൻ ഇതിനകത്ത് കൊടുക്കാം. ഞാൻ ഇടുന്നത് അല്പം മുളക് പൊടി, ഉപ്പ് ഞാൻ ആദ്യം ഇട്ടിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ചേർക്കുന്ന മുളക് പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ചേർത്തു. കുരുമുളക് പൊടി, ഒരു ശകലം കുരുമുളക് പൊടി ചേർത്തു. പിന്നെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് തൈരാണ്. തൈര് 1 സ്പൂൺ ചേർത്തു. തൈര് ചേർത്ത് കഴിഞ്ഞ് തൈരൊന്നും ബോണ്ടിങ് ആയിട്ട് പിടിക്കാൻ വേണ്ടി മൈദ ചേർക്കാം. പക്ഷേ ഞാൻ മൈദയ്ക്ക് പകരം ഞാനിവിടെ ഉപയോഗിക്കുന്ന റാഗിപ്പൊടിയാണ്. റാഗിപ്പൊടി ഒരു ശകലം ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത ആ മസാലയ്ക്ക് ഒരു ടോപ്പ് ഓഫ് വിനിഗർ, നാരങ്ങ നീരാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് ഇതിലേക്ക് ഇളക്കി മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. ശരിക്കും ഇതിൻ്റെ മീറ്റിനകത്തെല്ലാം നിങ്ങൾ ചെറിയ കഷ്ണമാണ് എടുക്കുന്നതെങ്കിൽ ആ ചെറിയ കഷ്ണത്തിലേക്ക് നമ്മുടെ മസാലയെല്ലാം പിടിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. മുളക് പൊടി ഞാൻ എൻ്റെ കണക്കിനാണ് ഇട്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാരിനേഷൻ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് ചേർത്ത് കുറച്ച് കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ മസാല ഇതിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മളൊരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് വെക്കുകയാണ്. അപ്പോൾ ഞാനിത് കൂളറിലൊന്ന് തണുക്കാൻ വേണ്ടി വെക്കുകയാണ്. അത് കഴിഞ്ഞൊരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുത്തത് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചു. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് ഞാനത് എടുക്കുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. മീറ്റൊക്കെ ഒന്ന് ടെൻഡറായിട്ടുണ്ട്. കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, സോഫ്റ്റായിട്ട് മീറ്റ് കിട്ടും. ഇനി നമുക്ക് ഇതിനൊന്ന് ഗ്രില്ല് ചെയ്യണം. ഞാൻ ഉപയോഗിക്കുന്ന ഒലിവ് ഓയിലാണ് ഇത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്ക് ബട്ടറോ കോക്കനട്ട് ഓയിലോ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാം. നിങ്ങൾക്കും ഇതുപോലെ ഒരു നോർമൽ സ്പ്രേ ബോട്ടിലേക്ക് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാണ്ടിറ്റി നിയന്ത്രിക്കാൻ പറ്റും. സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറച്ച് മതി. ഇപ്പോൾ നമ്മളൊരു ബോട്ടിൽ നിന്ന് ഒഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് കൂടുതൽ വീഴും, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് നിയന്ത്രിത അളവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനെ ദോശക്കല്ലിലേക്കൊന്ന് ഇടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഫ്രൈ പാൻ ആണെങ്കിൽ ഫ്രൈ പാനിലേക്ക് വെച്ചൊന്ന് ഗ്രില്ല് ചെയ്യുന്നു. അപ്പോൾ അതിന് എക്സസ് മസാല വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതി, വേസ്റ്റ് ആകും. ഇനിയിപ്പോൾ അത് ഗ്രില്ലാവണം. ഗ്രില്ലാകാൻ വേണ്ടി നമ്മളിട്ടു. അതിൻ്റെ പുറത്തൊരു അല്പം ഓയിലൂടെ ഒന്ന് കൊടുക്കുന്നത് മീറ്റ് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് മീറ്റ് സോഫ്റ്റ് ആകും. ഇതിനൊരു 15 മിനിറ്റ് താമസം വേണ്ടി വരും നമുക്കിത് എടുക്കാനായിട്ട്. അപ്പോൾ ആ 15 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അക്കമ്പാനിമെൻ്റ് ആയിട്ടുള്ള സകല സാധനങ്ങളൊന്ന് റെഡിയാക്കാം. ചിക്കൻ ഗ്രില്ല് ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നല്ല ചൂട് വേണം. നമ്മൾ ചെറിയ ചൂടിനകത്തിട്ട് ഷാലോ ഫ്രൈ ആക്കി എടുക്കുക കഴിഞ്ഞാൽ ചിക്കന് പറ്റില്ല. കാരണം ചിക്കൻ പെട്ടെന്ന് വേകണം. ആവിയിൽ ചൂട് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിനകത്തെ വാട്ടർ കണ്ടൻറ്റ് കൊണ്ട് ആ സ്റ്റീമിനകത്ത് വേകുവാണെങ്കിൽ നല്ലത്. പിന്നെ വറക്കാൻ വെക്കുന്ന അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യാൻ വെക്കുന്ന ഫ്രൈ പാനകത്ത് വെക്കുന്നെങ്കിൽ നിങ്ങളൊരു അടപ്പ് കൊണ്ട് കവർ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഗ്രില്ലാകുന്ന സമയം കൊണ്ട് അതിനൊരു 15 മിനിറ്റ് എടുക്കും. അപ്പോൾ 10 തൊട്ട് 15 മിനിറ്റ് വരെ എടുക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിൻ്റെ സൈഡിൽ വെക്കാനുള്ള കുറച്ച് സാധനങ്ങളൊന്ന് റെഡിയാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് പാലക്ക ചീരയാണ്. ഇത് സാധാരണ നമ്മളെല്ലായിടത്തും മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ചീരയാണ്. അതിന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചീരയുടെ തണ്ടും ചേർത്തെല്ലാം കൂടി ചേർത്ത് നമുക്കറിയാവുന്നതാണ്. ചീര ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചു. ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മളൊന്നെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ട്. പിന്നെ അതിനകത്ത് നമ്മൾ ചേർക്കുന്നത് ഈ ജൽപ്പനം ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. എരിവില്ലാത്തതാണ് ഇത്. ശരിക്കും എരിവുള്ളതുമുണ്ട്, എരിവില്ലാത്തതുമുണ്ട്. അപ്പോൾ നമ്മൾ ചേർക്കുന്നത് എരിവില്ലാത്തതാണ്. അതിനുശേഷം നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത്. വെളുത്തുള്ളിയൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചാണ്. കുറച്ച് കൂടുതൽ കഴിച്ചാലും കുഴപ്പമുള്ളതല്ല, നല്ല ടേസ്റ്റുള്ള സാധനമാണ്, ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ചോപ്പ് ചെയ്യണമെന്നില്ല, മുഴുവനായിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമുള്ളതല്ല. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ചോപ്പ് ചെയ്ത് വെക്കുകയാണ്, ഒന്ന് എളുപ്പത്തിൽ വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് അടുത്തതിലേക്ക് ചേർക്കുന്നത് ശകലം സവോളയാണ്. ഇപ്പോൾ ഞാനെടുത്തിരിക്കുന്ന വൈറ്റ് ഒനിയനാണ്. ഇത് റെഡ് ഒനിയൻ ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു പീസ് ആവശ്യത്തിന്, കാരണം നമ്മൾ ചിക്കൻ ഒരുവിധം നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അതുകൊണ്ട് ചെറുതായിട്ട് നമ്മളെടുത്തു. ഇത് സ്ലൈസ് ചെയ്താണ് ഇടുന്നത്. അതധികം കുക്ക് ചെയ്യേണ്ട, അതുകൊണ്ടാണ് നമ്മളിടുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ക്യാബേജ്. ഇപ്പോൾ എനിക്ക് വയലറ്റ് കിട്ടിയതുകൊണ്ട് ഞാൻ വയലറ്റ് എടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ വയലറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വെള്ളയായാലും കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നു.
കാരണം ഒരു മീലിന് നമുക്ക് കുറച്ച് കഴിക്കാനുള്ളത് നമുക്ക് വേണം. കാരണം ഇത് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അളവ് കുറയും. ഒരു നേരത്തെ ഒരു മീൽ നമ്മുടെ വയറ് നിറയാനുള്ള ക്വാണ്ടിറ്റി നമ്മളിതിൽ കാണണം. സോർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതിനകത്തുനിന്ന് ഇതിൻ്റെ ക്വാണ്ടിറ്റി താരതമ്യേന കുറച്ചുകൂടെ കുറവായിരിക്കും. ഇത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒരു തക്കാളി നമ്മൾ സ്ലൈസ് ചെയ്ത് വെക്കുന്നു. ഒരെണ്ണം മതിയാവും, കാരണം നമ്മൾ അതിനുള്ള ക്വാണ്ടിറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്. മറ്റുള്ള ഐറ്റംസൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചേരുവകളൊക്കെ നമ്മൾ കട്ട് ചെയ്തു. ഇവിടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനിട്ടിരിക്കുന്നതൊന്ന് ടേൺ ഔട്ട് ചെയ്തു. എണ്ണ കുറവെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരല്പം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എണ്ണ വളരെ കുറച്ച് നമുക്ക് നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ ഈ അരിഞ്ഞു വെച്ച സാധനം നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിലേക്ക് നമുക്ക് ഇപ്പോൾ ഫ്രൈ പാൻ വീട്ടിൽ നിങ്ങൾക്ക് ഫ്രൈ പാനോ അല്ലെങ്കിൽ നിങ്ങൾ കടായിയാണ് ചീനിച്ചട്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനൊന്നും കുഴപ്പമുള്ളതല്ല, ഉപയോഗിക്കാം. ചട്ടിയൊന്ന് വെച്ചു. ആവശ്യത്തിന് ഞാൻ ഒലിവ് ഓയിൽ ചേർക്കുന്നു. നിങ്ങൾക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓയിലാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പകരം ബട്ടർ ആയാലും കുഴപ്പമില്ല. ഒരു 5 മില്ലി താഴെയുള്ള ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഓയിലൊന്ന് ചൂടായാൽ ആദ്യം നമ്മൾ വെളുത്തുള്ളി ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആകാൻ വേണ്ടി നമ്മളൊന്നിട്ട് സോട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ ഉപയോഗിക്കുന്ന പവർ ബർണറാണ്. നിങ്ങൾ ഡൊമസ്റ്റിക്കാണ് വീട്ടിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ചൂട് അതിനനുസരിച്ച് വെച്ചിരുന്നാൽ മതി. കുറച്ച് നല്ല ചൂട് കിട്ടിയാൽ നല്ലതാണ്. വെളുത്തുള്ളി ഒന്ന് ചെറിയ രീതിയിൽ ബ്രൗൺ ആക്കി എടുക്കണം. ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് അതിൻ്റെ സ്മെല്ല് കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. വീട്ടിലൊക്കെ നിങ്ങൾ കുക്ക് ചെയ്യുന്നതല്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്ക്, അതായത് സ്പിനാച്ച്, ക്യാബേജ്, ഒനിയന്, ക്യാപ്സിക്കം, അല്ലെങ്കിൽ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പിമെൻറ്റോസാണ്. നിങ്ങൾക്കും അതുപോലെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവായിട്ട് ചേർക്കാവുന്നതാണ്. ചെറുതായിട്ടൊന്ന് നമ്മൾ വേവിച്ചെടുക്കുകയാണ്. ഇതൊന്നും ഒരുപാട് വേകേണ്ട. ഇതൊക്കെ സലാഡായിട്ട് നമ്മൾ പച്ചയ്ക്ക് കഴിക്കുന്ന വെജിറ്റബിളാണ്. അപ്പോൾ ചിക്കൻ നമുക്ക് നന്നായിട്ട് വേവിച്ച് കഴിക്കണം. ബാക്കിയുള്ള സാധനം നമ്മൾ ചെറിയ രീതിയിലൊന്ന് ബ്ലാൻഡ് ചെയ്തെടുത്താൽ മതി. പച്ചയ്ക്ക് നമുക്ക് വെജിറ്റബിൾ കഴിക്കാനുള്ള മടി കൊണ്ടാണ്. ഇതൊന്നും റോ ആയിട്ട് കഴിച്ചാൽ അത്രയും നല്ലത്, അത്രയും നമുക്ക് ഗുണം കൂടുതൽ കിട്ടും. വെജിറ്റബിൾ നമ്മൾ ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇതൊരു മാക്സിമം ഒരു 5 മിനിറ്റ് വീട്ടിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 4-5 മിനിറ്റിൻ്റെ പോലും വേവ് ആവശ്യമില്ല. ശരിക്കും ചെറുതായിട്ട് ചൂടാക്കി കിട്ടിയാൽ മതി. ഒന്ന് വേവിച്ച് എടുക്കുക. പൂർണ്ണമായിട്ടും വേകാതിരിക്കുന്നതാണ് അഡ്വൈസബിൾ. ക്യാബേജൊക്കെ അറിയാമല്ലോ, നമ്മൾ ക്യാബേജ് തോരനൊക്കെ ശരിക്കും ഒന്ന് ആവി കയറ്റിയെടുക്കാറേ ഉള്ളൂ. ചീര അതൊരു ആവി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെന്ത് കിട്ടുന്നതാണ്. ഒരുപാട് വെന്ത് പോകുമ്പം ഇതിനകത്തുള്ള ന്യൂട്രിയൻ വാല്യൂസ് എല്ലാം നമുക്ക് നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടാതിരിക്കാനാണ് നമ്മൾ ചെറിയ ഒരു വേവിൽ ഇത് എടുക്കുന്നത്. അപ്പം ശരിക്കും ഇങ്ങനെ ഒരു പച്ചക്കറി കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിക്കൻ്റെ കൂടെ ഒരു തോരൻ കഴിക്കുന്ന പോലെയുള്ളൊരു ഫീൽ വരും. അത് വരാതിരിക്കാൻ വേണ്ടി നമ്മളിതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മാറ്റി, ഇതിപ്പം നമ്മളൊരു അല്പം ഒലിവ് ഓയിലൊക്കെയാണ് ബട്ടറൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്യുന്നവർക്ക് മനസ്സിലാവും നല്ല ഒരു അരോമ ഇതിനുണ്ട്, നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും. അത് ടേസ്റ്റി ആയിട്ട് നമുക്ക് തോന്നും. വെളിച്ചെണ്ണയെ കഴിഞ്ഞും അഡ്വൈസ് ചെയ്യുന്നത് നല്ല കോക്കനട്ട് ഓയിലാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ അല്പം ബട്ടറോ ഒലിവ് ഓയിലൊക്കെ. ഒലിവ് ഓയിലൊന്നും ഒരുപാടൊന്നും വേണ്ട, വളരെ ചെറിയ ഇത് മതി. നമുക്കൊരു 5 മില്ലിയൊക്കെ മതി. അത്രയും നമ്മളിത് ചേർത്ത് കഴിഞ്ഞാൽ ആ ഒലിവ് ഓയിലും ഇതൊക്കെ ഒന്ന് ആയി വരുമ്പോൾ നല്ല ഒരു സ്മെല്ലാണ്. അപ്പോൾ നിങ്ങൾക്കിത് മണം തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഞാൻ കുക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും ഇത് അറിയാം. നല്ല സ്മെല്ലാണ്, നമുക്ക് കഴിക്കാൻ ഫീൽ ചെയ്യുന്ന ഒരു സ്മെല്ല്. അപ്പോൾ അതൊന്ന് വാടി വന്നു. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഉപ്പ്, ഒരു ശകലം, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് നമുക്ക് ചേർക്കുക. എത്ര വേണം, ഞാനിപ്പോൾ എൻ്റെ കണക്കിനാണ് ചേർക്കുന്നത്. പിന്നെ ഒരു റോ ടേസ്റ്റിന് വേണ്ടി നമ്മൾ ഇഞ്ചി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത് ഒരു 2-3 പീസ് ഇടുന്നുണ്ട്. ഇതൊന്നും വേകാൻ പാടില്ല, നമുക്ക് പച്ചയ്ക്ക് തന്നെ കഴിക്കണം അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടാനായിട്ട്. മുളക് പൊടി, ഞാൻ അല്പം മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എരിവ് എന്താണോ, പച്ചമുളകാണെങ്കിൽ അത് ചേർക്കാം. ഞാനൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം ശകലം കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ചോയ്സാണ്, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ചേർക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇതെല്ലാം അവിടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒലിവ് ഓയിലും പച്ചക്കറിയുടെ ആ ഒരു സ്മെല്ലും ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല നമുക്ക് കഴിക്കാൻ ഫീൽ ചെയ്യുന്ന ഒരു ടേസ്റ്റാണ്, സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത്. അതൊന്ന് വാടി വന്ന് കഴിയുമ്പോൾ ഇനി നമ്മളിതിലോട്ട് ചേർക്കുന്നത്, കാരണം പച്ചക്കറി ആ രീതിയിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ചിലപ്പോൾ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ തേങ്ങാപ്പാലാണ്, തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. ഇതിപ്പോൾ റെഡിമെയ്ഡ് കിട്ടും, നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 3 ടീസ്പൂണ്
3 ടീസ്പൂണ് അല്ലെങ്കിൽ മാക്സിമം ഒരു 3.5-4 ടീസ്പൂണിൽ താഴെയുള്ള ക്വാണ്ടിറ്റി നമ്മളതിലേക്ക് ചേർത്തു. അതിനെ ഒന്ന് ഇളക്കി എടുക്കും. അപ്പോൾ തേങ്ങാപ്പാലിനകത്താണ് നമ്മുടെ ഈ വെജിറ്റബിൾ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇത് റെഡിയായി വരുന്ന സമയമാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യാം. ഇതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ശരിക്കും പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾ അതിൻ്റേതായ ലെവലിലുള്ള കുക്കിങ്ങാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നോർമൽ ഒരു കുക്കറി അല്ലെങ്കിൽ വേറൊരു ഫുഡ് കുക്ക് ചെയ്യുന്ന ഒരു രീതിയിലല്ല ഇത് ചെയ്യുന്നത്. ഇത്രയും മതി. ഇത് നമുക്ക് ശരിക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റിലാണ് കിട്ടിയിരിക്കുന്നത്. തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഒന്ന് പിടിച്ചു. അപ്പോൾ വെജിറ്റബിൾ റെഡിയാക്കി. ഇനി നമുക്ക് വെജിറ്റബിൾ നമ്മൾ ഓഫ് ചെയ്ത് വെക്കുകയാണ്. അപ്പം നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് കല്ലിൽ വെച്ചിരുന്ന ചിക്കന്, നമ്മുടെ ദോശക്കല്ലിൽ നമ്മൾ വെച്ചിരുന്ന ചിക്കൻ നമുക്ക് സോഫ്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ കണ്ടോ മീറ്റ് നമ്മൾ എടുക്കുമ്പോൾ ശരിക്കും അതിൽ നിന്ന് അതിൻ്റെ മാംസം ചകിരിയല്ലാതെ നമുക്ക് കിട്ടും. വളരെ സോഫ്റ്റാണ്. തുച്ഛമായ സമയം മതി. ഇതേ മീറ്റ് വെന്തിട്ടുണ്ട്. നമുക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അതിൻ്റെ ചകിരി മാറി കിട്ടിയിട്ടുണ്ട്. നോർമലി നമ്മളൊരു ഫൈബർ ടെൻഡൻസി വരുന്നതാണ്, അതിൽ നിന്ന് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സോഫ്റ്റായിട്ട് ചിക്കൻ കുക്കായി വളരെ എളുപ്പത്തിൽ. ഇത്രയും പെട്ടെന്ന് നമുക്കിതിപ്പം ക്യാമറയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എത്ര സമയം ഞങ്ങൾ ഇട്ടിരുന്നു. ഞങ്ങൾ മാറ്റി വെച്ചിരുന്നതല്ല, ഈ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പ്രോസസ് ടൈം മാത്രമാണ്. കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ലൈവിലാണ്. ഇപ്പോൾ കണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ പ്രോഗ്രാമിനകത്ത് അറിയാം തുച്ഛമായ സമയം കൊണ്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഇത് വെന്തിട്ടുണ്ട്. നമുക്കിതിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് ഒരുപാട് ക്രിസ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് 2 ഭാഗവും മറിച്ചിട്ടു. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ എണ്ണ അധികം ഉപയോഗിച്ചിട്ടില്ല. നോർമലി വീട്ടിൽ നമ്മളൊന്നില്ലെങ്കിൽ എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കും, അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് ഇതായി പോകും. നല്ല ടെമ്പറേച്ചറായിട്ട് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിരിക്കും. ഓയിലധികം നമ്മൾ അഡീഷണൽ ചേർത്തിട്ടുമില്ല. അപ്പോൾ ഇനി നമുക്കിത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കന് കല്ലിൽ ഗ്രില്ല് ചെയ്യാൻ ഇട്ടിരുന്നു. അത് നമുക്ക് ഗ്രില്ലായി കിട്ടി. ഇത് നമ്മളൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റുകയാണ്. വളരെ ചെറിയ സമയം മതി, ചെറിയ എഫേർട്ട് മതി, നല്ലൊരു മീൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. 2 പീസ് ചിക്കനാണ് ഞാൻ ഇതിൽ വെച്ചിരിക്കുന്നത്. ചിക്കൻ ഞാനിതിലേക്ക് എടുത്തു. ഇനി നമ്മളിവിടെ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ നമ്മളിതിൻ്റെ കൂടെ ഇടുന്നു. അപ്പോൾ ഇത് ഇത്രയും ചിക്കനും ഞാനെടുത്തിരിക്കുന്ന ഈ വെജിറ്റബിളും ഉണ്ടെങ്കിൽ സാമാന്യം ആഹാരം കഴിക്കുന്ന ഒരാൾക്ക് ഒരു ഡിന്നർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി വേണമെങ്കിൽ നമുക്കിതിനെ ഒന്ന് വൃത്തിയായിട്ട് വേണമെങ്കിൽ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്തെടുത്ത ഡൈറ്റ് പ്ലേറ്റ് റെഡിയായി. ഇത് ഡിന്നറായിട്ടും ലഞ്ചായിട്ടും കഴിക്കാം. പിന്നെ അത് നമുക്ക് ചോറ് വേണ്ട, പ്രത്യേകിച്ച് ഡിന്നറിനൊക്കെ നമ്മൾ ചോറ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് ലഞ്ചായിട്ടും എടുക്കാം, ഡിന്നറായിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് സൈഡിൽ. ഇത് നമ്മൾ സോട്ട് ചെയ്ത വെജിറ്റബിൾ തേങ്ങാപ്പാലിനകത്ത് സോട്ട് ചെയ്തെടുത്തതാണ്. ഗാർണിഷായിട്ട് നമ്മൾ അല്പം പച്ചക്കറിയും കൂടി വെച്ചിട്ടുണ്ട്. ഇത് മൈക്രോ ഗ്രീൻസ്, പോഷക സമൃദ്ധിയാർന്ന നല്ല ഒരു ലീഫാണ്. ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതെവിടെയാണ് കിട്ടുന്നത് അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവധാന്യങ്ങളാണ്. മൈക്രോ ഗ്രീൻസ് എന്ന് ഉദ്ദേശിക്കുന്ന നവധാന്യങ്ങളാണ്. എള്ള്, കടുക്, ഇങ്ങനെയൊക്കെയുള്ള ചിയാ സീഡ്, ഇതെല്ലാം നമ്മൾ സ്പ്രൗട്ടായിട്ട് എടുക്കുന്ന ഒരിലയാണ്. അത് വീട്ടിൽ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. ധാരാളം ആളുകൾ ഇതിനെക്കുറിച്ചുള്ള ഷോകളൊക്കെ ചെയ്തിട്ടുണ്ട്. വെള്ളത്തിൽ കുതിർത്തിട്ട് കഴിഞ്ഞ് നമ്മൾ പാത്രത്തിലോ അല്ലെങ്കിൽ അതുപോലെ തുണിയിലോ ചണച്ചാക്കിൻ്റെ പീസിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് ക്ലീൻ ആയിട്ട് കിട്ടും. അല്പം ലെറ്റീസ് ഇതുണ്ട്. ഇതൊരു മീലാണ്. ശരിക്ക് ഒരു ഡിന്നറിന് ഒരു പ്രമേഹ രോഗിക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കൊരു ജ്യൂസ് കൂടി വേണമെങ്കിൽ എടുക്കാം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ ഇതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ഐറ്റമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.